ഹരി ഓം ഹരി ഓം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. എല്ലാവർക്കും സുപ്രഭാതം, ശിവരാത്രി ആശംസകൾ. എല്ലാവർക്കും ഒരു ശിവദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ശിവരാത്രി സ്പെഷ്യൽ പാരായണത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഓം ഓം ഗണാനാം ത്വാ ഗണപതിഗം ഹവാമഹേ കവിം കവീനാമുപമസ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീദസാദനം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. എല്ലാവർക്കും സുപ്രഭാതം, മഹാശിവരാത്രി ആശംസകൾ. ഓം നമഃ ശിവായ. നമ്മുടെ ഇന്നത്തെ ശിവരാത്രി വിശേഷാൽ പാരായണ പരിപാടിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. രാവിലെ നമുക്ക് കുറച്ചു നേരം കുറച്ച് ശിവസ്തോത്രങ്ങൾ പാരായണം ചെയ്യാം. അത് കഴിഞ്ഞ് എനിക്ക് പാലക്കാട് വടക്കന്തറ തിരുപുരായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ 9 മണിക്ക് എത്തേണ്ടതുണ്ട്. നമ്മുടെ ഗംഗാതീർത്ഥം അല്ലെങ്കിൽ ത്രിവേണി തീർത്ഥ വിതരണം ഇന്നലെ വളരെ വിജയകരമായിട്ട് കുറേ പേർക്ക് വിതരണം ചെയ്തു. അപ്പോൾ ഇന്നും മറ്റൊരു ക്ഷേത്രത്തിൽ വെച്ച് അവർ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും കുറേ പേർക്ക് ഭക്തജനങ്ങൾ ധാരാളം വരുന്ന സ്ഥലമാണ്. അവർക്ക് വിതരണം ചെയ്യാനായിക്കൊണ്ട് 9 മണിക്ക് പോകും. 9 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ ഇവിടെ നിന്നൊരു 8:20 വിടണം. അപ്പോൾ കുറച്ച് നേരേ ഉള്ളൂ ഇന്ന്. ബാക്കി നമുക്ക് വൈകുന്നേരം ഇഷ്ടംപോലെ സമയം എടുക്കാം. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സ്തോത്രങ്ങൾ ഇപ്പോൾ രാവിലെ പാരായണം ചെയ്യുന്നു.
ഗംഗാജലം വിതരണം ചെയ്തത് നമുക്ക് ഒരു സാമ്പിൾ കാണിച്ചു തന്നില്ല. ഇതുപോലെ ബോട്ടിലുകളാക്കിയിട്ടാണ് നമ്മളിവിടെ നിന്ന് തന്നെ ആശ്രമത്തിൽ നിന്ന് തന്നെ തയ്യാറാക്കി എല്ലാവർക്കും വിതരണം ചെയ്തത്. നമുക്ക് റിവേഴ്സായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. മഹാകുംഭ് പ്രയാഗ്രാജ് 2025 ത്രിവേണി സംഗം ജൽ ദയാനന്ദാശ്രമം എന്നുള്ള പേരിൽ ഒരു മനോഹരമായിട്ടുള്ള ലേബലൊക്കെ ഉണ്ടാക്കി മഹാദേവൻ്റെ പാദങ്ങളും എല്ലാമായിട്ട് ജയ ജയ ഗംഗേ ഹര ഹര ഗംഗേ. അപ്പോൾ നിങ്ങളെല്ലാം മനസ്സുകൊണ്ടിപ്പോൾ ത്രിവേണിയിലെത്തുക, അവിടെ സ്നാനം ചെയ്യുക. കുംഭമേളയിലെ അവസാനത്തെ സ്നാനമാണെന്ന് എല്ലാവരും മനസ്സുകൊണ്ട് അവിടെ ഗംഗാ യമുന സരസ്വതി സംഗമസ്ഥാനത്ത് സ്നാനം ചെയ്യുക. നമുക്കതിന് ത്രിവേണി സ്തോത്രം ഞാനിവിടെ ചൊല്ലാം. ആദ്യം നമുക്ക് ഗണേശ പ്രാതസ്മരണത്തോടുകൂടി തുടങ്ങാം. അഡ്രസ്സ് അയച്ചു തരുന്നവർക്കൊക്കെ ഗംഗാജലം അയച്ചു തരുന്നതായിരിക്കും, ബാക്കിയൊക്കെ പിന്നെ. നാരായണ. അപ്പോൾ നമ്മുടെ ശങ്കരസ്തോത്ര മഞ്ജരിയിൽ ഗണേശ പ്രാതസ്മരണ സ്തോത്രം എപ്പോഴും നമ്മൾ ഗണേശ പഞ്ചരത്നം ചൊല്ലാറുണ്ട്. ഇന്നൊരു ചേഞ്ച് ആവട്ടെ, രാവിലെ ആയതുകൊണ്ട് ഗണേശ പ്രാതസ്മരണ സ്തോത്രം. ഓം പ്രാതസ്മരാമി ഗണനാഥമനാഥബന്ധും സിന്ദൂരപൂരപരിശോഭിതഗണ്ഡയുഗ്മം ഉദ്ദണ്ഡവിഘ്നപരിഖണ്ഡനചണ്ഡദണ്ഡം ആഖണ്ഡനാദിസുരനായകവൃന്ദവന്ദ്യം പ്രാതർനമാമി ചതുരാനനവന്ദ്യമാനം ഇച്ഛാനുകൂലമഖിലം ച വരം ദദാനം തം തുന്ദിലം വിരസനാധിഭയജ്ഞസൂത്രം പുത്രം വിലാസചതുരം ശിവയോ ശിവായ പ്രാതർഭജാമ്യഭയദം ഖലു ഭക്തശോകദാവാനലം ഗണവിഭും വരകുഞ്ചരാസ്യം അജ്ഞാനകാനന വിനാശനഹവ്യവാഹം ഉത്സാഹവർധനമഹം സുതമീശ്വരസ്യ ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ഗണേശ പ്രാതസ്മരണ സ്തോത്രം സമ്പൂർണം. ഇനി ശിവപ്രാതസ്മരണത്തോടുകൂടി ശിവസ്തോത്രങ്ങളിലേക്ക് കിടക്കാം. 33-ാം പേജ് നമ്മുടെ ശങ്കരസ്തോത്ര മഞ്ജരിയിലെ 33-ാം പേജ് ശിവപ്രാതസ്മരണ സ്തോത്രം. വളരെ ധ്യാനാത്മകമായിട്ടുള്ള സ്തോത്രങ്ങളാണ്. പ്രാതസ്മരാമി ഭവഭീതിഹരം സുരേശം ഗംഗാധരം
വൃഷഭവാഹനമംബികേശം ഗട്വാംഗശൂലവരദാഭയഹസ്തമീശം സംസാരരോഗഹരമൗഷധമദ്വിതീയം പ്രാതർനമാമി ഗിരിശം ഗിരിജാർദ്ധദേഹം സർഗസ്ഥിതിപ്രളയകാരണമാദിദേവം വിശ്വേശ്വരം വിജിതവിശ്വമനോഭിരാമം സംസാരരോഗഹരമൗഷധമദ്വിതീയം പ്രാതർഭജാമി ശിവമേകമനന്തമാദ്യം വേദാന്തവേദ്യമനഘം പുരുഷം മഹാന്തം നാമാദിഭേദരഹിതം ഷഡ്ഭാവശൂന്യം സംസാരരോഗഹരമൗഷധമദ്വിതീയം പ്രാതഃ സമുത്ഥായ ശിവം വിചിന്യ ശ്ലോകത്രയം യേനുദിനം പഠന്തി തേ ദുഃഖജാതം ബഹുജന്മസഞ്ചിതം ഹിത്വാ പദം യാന്തി തദേവ ശംഭോഃ. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ശ്രീ ശിവപ്രാതസ്മരണസ്തോത്രം സമ്പൂർണം. അടുത്ത പേജില് 35-ാം പേജില് ശിവപഞ്ചാക്ഷര സ്തോത്രം. നാഗേന്ദ്രഹാരായ നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. മന്ദാകിനീ സലിലചന്ദനചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാരമുഖ്യ ബഹുപുഷ്പസുപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ. ശിവായ ഗൗരീവദനാരവൃന്ദസൂര്യായ ദക്ഷാധ്വരനാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശികാരായ നമഃ ശിവായ. വസിഷ്ഠകുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്രദേവാർച്ചിതശേഖരായ ചന്ദ്രാർക്കവൈശ്വാനരലോചനായ തസ്മൈ വകാരായ നമഃ ശിവായ. യക്ഷസ്വരൂപായ ജഡാധരായ പിനാകഹസ്തായ സനാതനായ
ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവായ നമഃ. 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 പഞ്ചാക്ഷരമിദം പുണ്യം യഃ പഠേത് ശിവസന്നിധൗ ശിവലോകമവാപ്നോതി ശിവേന സഹ മോദതേ. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ശിവപഞ്ചാക്ഷരസ്തോത്രം സമാപ്തം. അടുത്തത് അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ പേജ് 34-ാം പേജ്, ശിവമാനസ പൂജ. നമുക്ക് മനസ്സുകൊണ്ട് ഭഗവാന്റെ ലിംഗത്തെ മുമ്പിൽ പ്രതിഷ്ഠിച്ചതായി കണ്ട് അതിലേക്ക് എന്താ പറയുക, അതിൽ ഹിമാലയത്തിൽ നിന്ന് ഗംഗയിൽ നിന്നൊക്കെ കൊണ്ടുവന്നതായിട്ടുള്ള ആ തീർത്ഥം കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതായിട്ടും മറ്റ് ദ്രവ്യങ്ങളെ കൊണ്ടൊക്കെ അഭിഷേകം ചെയ്യുന്നതായിട്ടും അതുപോലെ ഭഗവാന് നല്ല വസ്ത്രങ്ങൾ ചാർത്തുന്നതായിട്ടും ആഭരണങ്ങൾ ചാർത്തുന്നതായിട്ടും ഒക്കെ ഭാവന ചെയ്യുക. അതിനനുസരിച്ചാണ് ശ്ലോകങ്ങൾ. അത് കഴിഞ്ഞ് ഭഗവാന് വിശിഷ്ടങ്ങളായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് പൂജ, ധൂപദീപ, അത് കഴിഞ്ഞ് വിശിഷ്ടങ്ങളായ നൈവേദ്യങ്ങൾ ഒക്കെ മനസ്സുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. രത്നൈഃ കൽപിതമാസനം ഹിമജലൈഃ സ്നാനം ച ദിവ്യാംബരം നാനാരത്നവിഭൂഷിതം മൃഗമദാമോദാംഗിതം ചന്ദനം ജാതീചംബകബിൽവപത്രരചിതം പുഷ്പം ച ധൂപം തദാ ദീപം ദേവദയാനിധേ പശുപതേ ഹൃത്കൽപിതം ഗൃഹ്യതാം. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരുമോ? ഈ ചന്ദനത്തിരി ഒന്ന് മാറ്റണം. ചന്ദനത്തിരി അവിടുന്ന് മാറ്റി അങ്ങോട്ട് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. ആദ്യമേ തുടങ്ങാം. ഡിസ്റ്റർബ്ഡായി. നമഃ ശിവായ. ഓം രത്നൈകൽപിതമാസനം ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം നാനാരത്നവിഭൂഷിതം മൃഗമദാമോദാംഗിതം ചന്ദനം ജാതീചംബകബിൽവപത്രരചിതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ പശുപതേ ഹൃത്കൽപിതം ഗൃഹ്യതാം.
സൗവർണേ നവരത്നഖണ്ഡരചിതേ പാത്രേ ഘൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദധിയുതം രംഭാഫലം പാനകം ശാകാനാമയുതം ജലം രുചികരം കർപ്പൂരഗണ്ഡോജ്വലം താംബൂലം മനസാ മയാ വിരചിതം ഭക്ത്യാ പ്രഭോ സ്വീകുരു ഛത്രം ചാമരയോർയുഗം വ്യജനകം ചാദർശകം നിർമ്മലം വീണാഭേരിമൃദംഗകാഹളകലാഗീതം ച നൃത്യം തഥാ സാഷ്ടാംഗം പ്രണതിഃ സ്തുതിർബഹുവിധാ ഹി ഏതൽ സമസ്തം മയാ സങ്കൽപേന സമർപ്പിതം തവ വിഭോ പൂജാം ഗൃഹാണ പ്രഭോ ആത്മാത്വം ഗിരിജാമതിഃ സഹചരാഃ പ്രാണാ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചനാ നിദ്രാ സമാധിസ്ഥിതിഃ സഞ്ചാരഃ പദയോഃ പ്രദക്ഷിണവിധിഃ സ്തോത്രാണി സർവാ ഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ശിവമാനസപൂജാ സമാപ്തം. ഓം. അടുത്തത് 38 പേജിലെ ശിവനാമാവലി അഷ്ടകം. 38 പേജ്. ഓം. ഭഗവാന്റെ നാമങ്ങൾ വരി വരിയായിട്ടിങ്ങനെ നാമാവലിയായിട്ട് ചൊല്ലുകയാണ്. ഒരു അഷ്ടോത്തര അർച്ചന ചെയ്തതുപോലെ. ഓം. ഹേ ചന്ദ്രചൂഡ മദനാന്തക ശൂലപാണേ സ്ഥാണോ ഗിരീശ ഗിരിജേശ മഹേശ ശംഭോ ഭൂതേശ ഭീതഭയസൂദന മാം അനാദം സംസാര ദുഃഖഗഹനാദ് ജഗദീശ രക്ഷ. ഹേ പാർവതി ഹൃദയ വല്ലഭ ചന്ദ്രമൗലേ ഭൂതാദിപ പ്രമഥനാദ ഗിരീശ ചാപ. ഹേ വാമദേവ ഭവരുദ്ര പിനാകപാണി സംസാര ദുഃഖ ഗഹനാദ്
ജഗദീശ രക്ഷ. ഹേ നീലകണ്ഠ വൃഷഭധ്വജ പഞ്ചവക്ത്ര ലോകേശ ശേഷവലയ പ്രമഥേശ സർവ. ഹേ ദൂർജടേ പശുപതേ ഗിരിജാപതേ മാം സംസാര ദുഃഖഗഹനാദ് ജഗദീശ രക്ഷ. ഹേ വിശ്വനാഥ ശിവശങ്കര ദേവദേവ ഗംഗാധര പ്രമഥനായക നന്ദികേശ ബാണേശ്വരാന്ധകരിബോ ഹര ലോകനാഥ സംസാര ദുഃഖഗഹനാദ് ജഗദീശ രക്ഷ. വാരാണസീപുരപതേ മണികർണികേശ വീരേശ ദക്ഷമഘകാല വിഭോ ഗണേശ സർവജ്ഞ സർവഹൃദയൈക നിവാസനാഥ സംസാര ദുഃഖഗഹനാദ് ജഗദീശ രക്ഷ. ശ്രീമന്മഹേശ്വര കൃപാമയ ഹേ ദയാലോ ഹേ വ്യോമകേശ ശിതികണ്ഠ ഗണാധിനാഥ ഭസ്മാംഗരാഗ നൃകപാല കലാപമാല സംസാര ദുഃഖഗഹനാദ് ജഗദീശ രക്ഷ. കൈലാസശൈല വിനിവാസ വൃഷാകപേഃ മൃത്യുഞ്ജയ ത്രിനയന ത്രിജഗന്നിവാസ നാരായണ പ്രിയ മദാപഹ ശക്തിനാഥ സംസാര ദുഃഖഗഹനാദ് ജഗദീശ രക്ഷ. വിശ്വേശ വിശ്വഭവനാശക വിശ്വരൂപ വിശ്വാത്മക ത്രിഭുവനൈക ഗുണാധികേശ ഹേ വിശ്വനാഥ കരുണാമയ ദീനബന്ധോ സംസാര ദുഃഖഗഹനാദ് ജഗദീശ രക്ഷ. ഗൗരീവിലാസ ഭവനായ മഹേശ്വരായ പഞ്ചാനനായ ശരണാഗത കൽപകായ ശർവായ സർവജഗദാമധിപായ തസ്മൈ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ശിവനാമാവല്യഷ്ടകം സമ്പൂർണം. ഒരുപാട് ശിവസ്തോത്രങ്ങൾ ചൊല്ലാനുണ്ട്. പക്ഷെ എനിക്ക് ഇന്നത്തെ രാവിലത്തെ തിരക്കുകൊണ്ട് നമുക്ക് വൈകുന്നേരം കൂടുതൽ സമയം, അതിനുവേണ്ടി രാത്രി ഇഷ്ടം പോലെ സമയമുണ്ട്, അവിടേക്ക് മാറ്റി വയ്ക്കണം. നിങ്ങൾക്കൊരു പ്രചോദനം നൽകാൻ വേണ്ടി രാവിലെ വന്നതാണ്. എല്ലാവരും അവനവൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്ത് ബാക്കി സമയം മുഴുവൻ ഇതുപോലെയുള്ള ശിവസ്തോത്രങ്ങളും പാരായണം ചെയ്ത് ആസ്വദിച്ച് പാരായണം ചെയ്യുക. അല്ലാതെ ഒരു യാന്ത്രികമായിട്ട് കണക്ക് തീർക്കാൻ വേണ്ടി, എണ്ണം തികയ്ക്കാൻ വേണ്ടിയല്ല നമ്മൾ ചൊല്ലുന്നത്.
ചൊല്ലുന്നത് ആസ്വദിച്ച് ചൊല്ലുക. കുറച്ച് ചൊല്ലുകയാണെങ്കിൽ കൂടി, കൂടുതൽ ചൊല്ലണം എന്ന് ആരും പറഞ്ഞില്ല. ചൊല്ലുന്നത് ആസ്വദിച്ച് ചൊല്ലുക, അല്ലാതെ വഴിപാടായിട്ട് ഓടേണ്ട യാതൊരു കാര്യവും ഇല്ല. വളരെ ക്ഷമയോടുകൂടി ആസ്വദിച്ച് ചൊല്ലാൻ പഠിക്കുക. അല്ലേ, പലരും വീടുകളിൽ പണി തീർക്കാൻ വേണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചൊല്ലിയിട്ട് പോകും. അത് നിർത്തുക, ആ പരിപാടി നിർത്തുക, മതിയാക്കുക. ഉള്ളത് ചൊല്ലുന്നത് വൃത്തിയായി ആസ്വദിച്ച് ചൊല്ലാൻ ശീലിക്കുക. അപ്പോഴേ നമ്മുടെ കുട്ടികൾ അപ്പുറത്ത് കേൾക്കുന്നുണ്ടാവും. അവർക്കതിലേക്ക് താല്പര്യം വരണമെങ്കിൽ നന്നായിട്ട് നമ്മൾ ആസ്വദിച്ച് ചൊല്ലണം. അല്ലെങ്കിൽ കുട്ടികൾ കേട്ട് പേടിച്ചോളും. അപ്പോൾ കുട്ടികളെ ഇതിൽ നിന്ന് അവേർഷൻ ഉണ്ടാക്കരുത്. നമ്മൾ പരമാവധി ആത്മാർത്ഥതയോടെ നന്നായിട്ട് ആസ്വദിച്ച് ചൊല്ലാൻ പരിശീലിക്കുക. ഒരു യാന്ത്രികമായിട്ടുള്ള പരിപാടി ആക്കാതിരിക്കുക. കുറച്ചെങ്കിലാണെങ്കിലും നല്ലതായിട്ട് ചൊല്ലുക. ഇതെനിക്ക് ആവർത്തിച്ച് പറയാനുള്ളതാണ്. ഞാൻ എവിടെ പോയാലും പറയുന്നതാണ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇതിനോട് ഒരു മാനസികമായിട്ട് അടുപ്പം ഉണ്ടാക്കണം. അത് കേൾക്കുമ്പോഴാണ് അവർക്ക് ഉണ്ടാകുക. നല്ലത് കേൾക്കുമ്പോൾ അവർക്ക് താല്പര്യം ജനിക്കും. അപ്പോൾ ആസ്വദിച്ച് ചൊല്ലാൻ പരിശീലിക്കും. നാരായണം. അപ്പോൾ ഇനി ഞാൻ ത്രിവേണി സ്തോത്രം ചൊല്ലാമെന്ന് പറഞ്ഞിരുന്നു. അതിലേക്ക് വരാം. അപ്പോൾ ഗംഗ, യമുന, സരസ്വതി സംഗമസ്ഥാനം ആ പ്രയാഗ്രാജിൽ അവിടെയുള്ള ആ 3 നദികളെയും ഒന്നിച്ച് സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതിയാണ്. പ്രയാഗരാജനെയും അതിൽ ചേർത്ത് പറയുന്നുണ്ട്. 293 പേജ് നമ്മുടെ ഇതിൽ ശങ്കരസ്തോത്ര മഞ്ജരിയിൽ 293 പേജ്. അതിലേക്ക് വരാം. ഓം गंगा मैया की जय, यमुना मैया की जय, सरस्वती माता की जय. मुक्तामयालङ्कृतमुद्रवेणी ഭക്താഭയത്രാണസുബദ്ധവേണി മത്താളിഗുഞ്ചന്മകരന്ദവേണി ശ്രീമത്പ്രയാഗേ ജയധിത്രിവേണി ലോകത്രയൈശ്വര്യനിദാനവേണി താപത്രയോച്ചാടനബദ്ധവേണി ധർമാർത്ഥകാമാകലനൈകവേണി ശ്രീമത്പ്രയാഗേ ജയതി ത്രിവേണി മുക്താംഗനാ മുക്താംഗനാ മോഹനസിദ്ധവേണി ഭക്താന്തരാനന്ദ സുബോധവേണി വൃത്യന്തരോദ്വേഗ വിവേകവേണി ശ്രീമത്പ്രയാഗേ ജയതി ത്രിവേണി ദുഗ്ധോദതിസ്ഫൂർജിത സുഭദ്രവേണി ദുഗ്ധോദതിസ്ഫൂർജ സുഭദ്രവേണി നീലാഭ്രശോഭാലളിതാചവേണി സ്വർഗപ്രഭാഭാസുരമധ്യവേണി
ശ്രീമത്പ്രയാഗേ ജയതി ത്രിവേണി. വിശ്വേശ്വരോത്തുംഗകപർദിവേണി വിരിഞ്ചി വിഷ്ണു പ്രണതൈകവേണി. ത്രൈപുരാണാസുരസാർത്ഥവേണി ശ്രീമത്പ്രയാഗേ ജയതി ത്രിവേണി. മാംഗല്യസമ്പത്തി സമൃദ്ധവേണി മാത്രാന്തരന്യസ്തനിദാനവേണി. പരമ്പരാപാദകഹാരിവേണി ശ്രീമത്പ്രയാഗേ ജയതി ത്രിവേണി. നിമജ്ജതുന്മജ്ജമനുഷ്യവേണി ത്രയോദയോ ഭാഗ്യവിവേകവേണി. വിമുക്തജന്മാവിഭവൈകവേണി ശ്രീമത്പ്രയാഗേ ജയതി ത്രിവേണി. സൗന്ദര്യവേണി സുരസാർദ്ധവേണി മാധുര്യവേണി മഹനീയവേണി. രത്നൈകവേണി രമണീയവേണി ശ്രീമത്പ്രയാഗേ ജയതി ത്രിവേണി. സാരസ്വതാകാരവിഘാതവേണി കളിന്ദകന്യാമയലക്ഷ്യവേണി. ഭാഗീരഥീരൂപമഹേശവേണി ശ്രീമത്പ്രയാഗേ ജയതി ത്രിവേണി. ശ്രീമദ്ഭവാനി ഭവനൈകവേണി ലക്ഷ്മീ സരസ്വത്യഭിമാനവേണി. മാതാത്രിവേണി ത്രൈരത്നവേണി ശ്രീമത്പ്രയാഗേ ജയതി ത്രിവേണി. ത്രിവേണീ ദശകം സ്തോത്രം പ്രാതർനിത്യം പഠേന്നരഃ തസ്യ വേണീ പ്രസന്നാ സ്യാത് വിഷ്ണുലോകം സ ഗച്ഛതി. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ശ്രീ ത്രിവേണീ സ്തോത്രം സമ്പൂർണം. ഓം. എല്ലാവരും ത്രിവേണിയിൽ സ്നാനം ചെയ്തു. ഇപ്പോൾ എല്ലാവരും ധന്യധന്യരായി എന്ന് കരുതുക. അപ്പോൾ എനിക്ക് ഇപ്പോൾ പോകാനുള്ള സമയമായി. ഞാനിവിടെ സമർപ്പിക്കുകയാണ്. വൈകുന്നേരം നമുക്ക് കുറേ വിശദമായിട്ട് കാണാം. തൊണ്ടയ്ക്ക് എത്രത്തോളം കേടൊന്നും ഇല്ലാതിരിക്കണം അത്രയും നേരം ആസ്വദിക്കാം. ഇന്ന് പകല് മുഴുവൻ കുറച്ച് ആശ്രമങ്ങളിലൊക്കെ പോവാനുണ്ട്. ഓം ഓം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹരി ഓം. എല്ലാവരും കയ്യിലുള്ള ശിവസ്തോത്രങ്ങൾ, ശിവസഹസ്രനാമം, അഷ്ടോത്തരം ഇതെല്ലാം ചൊല്ലാം. നാരായണ ഗുരുദേവൻ ചെയ്തിട്ടുള്ള അനേക ശിവസ്തോത്രങ്ങളുണ്ട്. നമുക്ക് വൈകുന്നേരം അതൊക്കെ കാണാം. കയ്യിലുള്ളതൊക്കെ നിങ്ങളും പാരായണം ചെയ്യാം. ശ്രീരുദ്രം അറിയാവുന്നവർ രുദ്രം ചൊല്ലാം. എല്ലാം
ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശിവരാത്രി ആശംസകൾ. ഹരി ഓം.